കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ അമേരിക്കയിലെ കണക്ക് പ്രകാരം അവിടേക്കുള്ള കയറ്റുമതിയിലും ഇറക്കുമതിയിലും വലിയ രീതിയിലുള്ള ഇടിവാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് എങ്ങനെയാണ് പ്രയോജനകരമാണോ അതോ ഇത് ഇന്ത്യയെ വിപരീതമായി ബാധിക്കാനാണോ സാധ്യത? അഖില, ഇതിനകത്ത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കിത് ദോഷമാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും ഇത് ഗുണകരമായി മാറാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പല കണക്കുകളും വീക്ക് ഓൺ വീക്ക് എന്ന് പറയും. അതായത് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് പലപ്പോഴും നോക്കുക. അപ്പോൾ ഈ വീക്ക് ഓൺ വീക്ക് ഡ്രോപ്പ് ഇൻ കണ്ടെയ്നർ ട്രേഡ്, അതായത് നമുക്കറിയാം ചരക്കുകളൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നത് കപ്പലിലാണ്. പ്രധാനമായും മേജറായിട്ടുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ നടക്കുന്നത് കപ്പലുകൾ വഴിയാണ്. കപ്പലുകളിൽ തന്നെ നാം കേട്ടിട്ടുണ്ട് കണ്ടെയ്നർ എന്ന് പറയുന്ന വലിയ പെട്ടികൾ. ആ പെട്ടികളിലാണ് ഇറക്കുമതിയും കയറ്റുമതിയും നടക്കുക. അതിനകത്ത് ഒരു കണ്ടെയ്നറാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഒരു ഡേറ്റ, അതായത് അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ മാർച്ച് അവസാനത്തെ ആഴ്ച ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയും തമ്മിലാണ് ഈ കമ്പാരിസൺ. അപ്പോഴാണല്ലോ ഈ പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ അമേരിക്കയിലോട്ടുള്ള ഇറക്കുമതി 64% കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയാണ് 64% കുറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതി ഏകദേശം 30% കുറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മാർച്ചിലെ അവസാനത്തെ ആഴ്ചയും ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയും തമ്മിലാണ് ഈ താരതമ്യ പഠനം. ഇത് നടത്തിയിരിക്കുന്നത് വിഷൻ API എന്ന് പറയുന്ന ഈ കണ്ടെയ്നറുകളുടെ ഷിപ്മെൻറ്റ്, അതായത് കണ്ടെയ്നറുകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും ട്രാക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അവരാണിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയിലെ ഒരു താരിഫ് വാറുണ്ട്. അപ്പം നമ്മുടെ ട്രംപ് വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 10% താരിഫ് അടിച്ചിട്ടുണ്ട്. പണ്ട് ഇല്ലായിരുന്നു പലതിനും 10% താരിഫ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ റെസിപ്രോക്കൽ താരിഫ്, അതായത് ഇങ്ങോട്ടുള്ളതുപോലെ അങ്ങോട്ടും അല്ലെങ്കിൽ അങ്ങോട്ടുള്ളതുപോലെ ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു 60% വരെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യങ്ങൾ ഉൾപ്പെടെ അടിച്ചിട്ടുണ്ട്. ഏകദേശം 57 രാജ്യങ്ങൾക്കാണ് ഈ റെസിപ്രോക്കൽ അടിച്ചിരിക്കുന്നത്. അതൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 90 ദിവസത്തേക്ക് വീണ്ടും ഹോൾട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം. പക്ഷേ ചൈനയ്ക്ക് മാത്രമായിട്ട് വലിയ ഡ്യൂട്ടി, ഏകദേശം 130% ഡ്യൂട്ടി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 120% ഡ്യൂട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈന അതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇതാണ് വലിയ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് അമേരിക്ക അതിൽ നിന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? റീഷോറിങ് US മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ സാധാരണഗതിയിൽ എല്ലാ ഇലക്ട്രോണിക് സാധനം, ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, പല അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കക്കാർ വിൽക്കുന്ന മറ്റ് ലോകരാജ്യങ്ങൾക്ക് വിൽക്കുന്ന, ഉദാഹരണത്തിന് ഐഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറുകളായിക്കോട്ടെ, ഇതെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നിരുന്നത്. ഈ റീഷോറിങ് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അതെല്ലാം തിരികെ അമേരിക്കയിൽ ഉണ്ടാക്കുക. ഇതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നിടത്തേക്ക് നിർമ്മാണങ്ങളെല്ലാം അമേരിക്കയിലോട്ട് മടക്കി കൊണ്ടുവന്നു കഴിയുമ്പം അമേരിക്ക അഭിവൃദ്ധി പ്രാപിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞ പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക. അതായത് ഒരു രാജ്യത്തു നിന്ന് ഇറക്കുമതിയേക്കാൾ വളരെ കൂടുതലാണ് അങ്ങോട്ടുള്ള കയറ്റുമതിയെങ്കിൽ അതൊരു അത് സർപ്ലസ് ആണ്. ഇപ്പോൾ അമേരിക്കക്കാർക്കാണെങ്കിൽ പലപ്പോഴും വ്യാപാര കമ്മിയാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് അവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ വ്യാപാര കമ്മി കുറയ്ക്കുക. പിന്നെ ഇത്രയും നാളും ഒരു ലോക തത്വം അനുസരിച്ചാണ് ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ അത് മാറി ഓരോ രാജ്യമായിട്ട് ബൈലാറ്ററൽ, അതായത് ഉഭയകക്ഷി ചർച്ചകൾ കഴിഞ്ഞ് ഉഭയകക്ഷി കരാറുകൾ അനുസരിച്ചാണ് എല്ലാ ഇറക്കുമതിയും കയറ്റുമതി. ഇതാണ് അമേരിക്കയുടെ പുതിയ നയം, ട്രംപിൻ്റെ പുതിയ നയം. അതിനുവേണ്ടിയാണ് ഈ പെടാപ്പാടൊക്കെ അദ്ദേഹം പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കയിലോട്ടുള്ള ഇമ്പോർട്ട് 64% കുറഞ്ഞു എന്ന് പറയുമ്പോൾ ലോകത്തെമ്പാടുമുള്ള കപ്പലുകളിലാണ് ഇത്തരം സംഭവം നടക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി? ഈ അനിശ്ചിതാവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു സാധനം അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനിരിക്കുകയാണ്. ഈ ട്രംപ് ഇപ്പം എന്ത് നികുതി പറയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാതെ വരുമ്പം അമേരിക്കയിൽ വെച്ചുള്ള എന്നിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് പറ്റും? തൽക്കാലം എല്ലാം ഒന്ന്
അടക്കി വയ്ക്കട്ടെ, അല്ലെങ്കിൽ നിൽക്കാലം നിൽക്കട്ടെ. അപ്പോൾ എന്ത് പറ്റി? ഈ കപ്പലുകളുടെ കണ്ടെയ്നർ ബുക്കിംഗ് ഗ്ലോബലായിട്ട്, അതായത് ആഗോളാന്തര അടിസ്ഥാനത്തിൽ കപ്പലുകളുടെ ബുക്കിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്, കണ്ടെയ്നറുകളുടെ ബുക്കിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? കപ്പലുകൾ ഒന്നുകിൽ കടലിൽ കിടക്കണം, അല്ലെങ്കിൽ പോർട്ടിൽ കിടക്കണം, അല്ലെങ്കിൽ തുറമുഖത്ത് കിടക്കണം. ഇത് അനിശ്ചിതമായി തുറമുഖത്ത് കടലിൽ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് തുറമുഖത്ത് വന്ന് സ്റ്റക്കാവും. അതായത് കപ്പലുകൾ എപ്പോഴും, കപ്പലുകളുടെ ജോലി പണ്ട് നമ്മൾ വളരെ രസകരമായി പറയുന്നതാണ്, കപ്പലുകൾ ഏറ്റവും സേഫ് എപ്പോഴാണ്? പോർട്ടിൽ കിടക്കുമ്പോഴാണ്. പക്ഷേ കപ്പലുകളെ ഉണ്ടാക്കിയിരിക്കുന്നത് പോർട്ടിൽ കിടക്കാനല്ല, കടലിൽ കൂടെ ഓടാനാണ്. അപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ പല പോർട്ടുകളും സ്റ്റക്കാണ്. അതായത് ഒന്നുകിൽ അവിടെ കപ്പലുകൾ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒന്നുകിൽ അത് ഓവർ യൂട്ടിലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തുറമുഖങ്ങളിൽ കൂടിയുള്ള കയറ്റുമതിയും ഇറക്കുമതിയും പ്രശ്നമാണ്. അതിലേറ്റവും പ്രശ്നമുള്ള 1-2 സ്ഥലങ്ങളായിട്ട് പറയുന്നത് വിയറ്റ്നാമിൻ്റെ പോർട്ട്, സിംഗപ്പൂരിൻ്റെ പോർട്ട്, കൊളംബോയുടെ പോർട്ട്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ റിലവൻസ് വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ 3 പോർട്ടിൻ്റെയും കാര്യം എടുത്തു പറഞ്ഞത്: വിയറ്റ്നാം, സിംഗപ്പൂർ, കൊളംബോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം നിൽക്കുകയാണ്. അതായത് പലയിടത്തും ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ കെട്ടിക്കിടക്കുകയാണ്. അമേരിക്കയിലോട്ട് വന്നിട്ട് തിരിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അമേരിക്കയിലും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല തുറമുഖങ്ങളിലും കച്ചവടമില്ലാത്ത കണ്ടെയ്നറുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇനി ഉദാഹരണം നമ്മൾ നോക്കാൻ, അമേരിക്കയുടെയൊക്കെ വലിയ വ്യാപാരം നടത്തുന്ന ആമസോൺ, വെൽമാർട്ട്, ഇത്തരം US വലിയ ഫേമുകൾ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങൾ, ചൈനയിൽ നിന്നാണെങ്കിൽ അവർക്ക് വലിയ ഡ്യൂട്ടിയാണ്, 120%, 130% ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ ചൈനയുടെ ഡ്യൂട്ടി. അവരെന്ത് ചെയ്തു? അത് വിയറ്റ്നാം, ഇന്ത്യയിലോട്ടൊക്കെ മാറ്റി തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിയറ്റ്നാമിലോട്ട് മാറ്റുമ്പോൾ അവിടുത്തെ പോർട്ടുകൾ സ്ട്രക്കായി, അത് കഴിയുമ്പോൾ അത് സിംഗപ്പൂരോട്ട് പോകും, അവിടവും ഫുള്ളായി. അപ്പോൾ ഈ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ ഗതാഗതം താറുമാറായി, അതായത് ചരക്ക് കപ്പൽ ഗതാഗതം താറുമാറായി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തന്നെ ഇപ്പം ഏഷ്യ US വെസ്റ്റ് കോസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. US വെസ്റ്റ് കോസ്റ്റ്, അതായത് അമേരിക്കയുടെ പടിഞ്ഞാറൻ, അമേരിക്കയ്ക്ക് 2 കരകളാണ്, പടിഞ്ഞാറൻ തുറമുഖങ്ങളുണ്ട്, കിഴക്കൻ തുറമുഖങ്ങളുണ്ട്. അതിൽ പടിഞ്ഞാറൻ തുറമുഖം ഏഷ്യയുമായിട്ട് കണക്റ്റഡ് ആകുന്നിടത്തൊക്കെ ഉള്ള ഷിപ്പിംഗ് കോസ്റ്റ് വല്ലാണ്ട് കൂടി, 10% കൂടിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, മൊത്തത്തിൽ 2025 ട്രേഡിൽ, ലോക ട്രേഡിംഗ് മൊത്തത്തിൽ കുറയുമെന്ന് പ്രവചിച്ചു കഴിഞ്ഞു. ഇവിടെയാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇന്ത്യ, നേരത്തെ അഖില ചോദിച്ച ഇന്ത്യക്ക് എന്ത് ഗുണമുണ്ടാകും, അതിൽ തന്നെ കേരളത്തിന് ഗുണമുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ എന്തു പറ്റി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന്, ചൈനയിൽ നിന്ന് ഇപ്പോൾ എന്ത് ഇറക്കുമതിയായാലും അമേരിക്കക്കാർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് കടന്നു വരാവുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ് ഇലക്ട്രോണിക്സ്. അതായത് ഇന്ത്യയിലും ഐഫോൺ ഉണ്ടാക്കുന്നുണ്ട്, ചൈനയിലാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും മരുന്നുകൾ, ജനറിക് മരുന്നുകൾ, അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകൾ പ്രധാനമായും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്ന് കൂടിയാണ്. API എന്നൊരു പരിപാടിയുണ്ട്, അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ഇൻഗ്രീഡിയൻസ് എന്ന് പറയും. API അതായത് ഇപ്പോൾ ഒരു മരുന്നുണ്ടാക്കണമെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ ആ മരുന്നിനകത്ത് ഒരു പ്രധാന മരുന്നിൻ്റെ ഘടകം ഉണ്ടാവും, പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കപ്പ് സാധനം ഗുളികയാക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ഈ API എന്ന് പറയുന്ന മരുന്നിൻ്റെ ഘടകം. അപ്പോൾ ഇന്ത്യ അമേരിക്കയിലോട്ട് കയറ്റി വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജനറിക് മരുന്നുകളും ഈ APIയുമാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കൊരു വലിയ സാധ്യതയാണ്. ചൈനയും അതുപോലെ കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഇന്ത്യക്കൊരു വലിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വസ്ത്രവ്യാപാരം, ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, റെഡിമെയ്ഡ് ഗാർമെൻ്റ് ആയിക്കോട്ടെ, വലിയ ഗുണമാണ്. മൊബൈൽ കമ്പോണൻസ് ഇന്ത്യക്ക് വലിയ ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നു. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് China Plus One പോളിസി. എന്താണ് ഈ China Plus One പോളിസി? ഇപ്പോൾ അമേരിക്കയിലായാലും ശരി, യൂറോപ്പിലായാലും ശരി, ധാരാളം രാജ്യങ്ങൾ ചൈനയിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്നത്. ചൈനയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പം ചൈനയുടെ കൂടെ ഒരു രാജ്യം കൂടെ, അതായത് ഒരു ബാക്കപ്പ് പോലത്തെ ഒരു രാജ്യം കൂടെ, ഇതാണ് ഈ China Plus One. പലർക്കും ഈ China Plus One എന്ന് പറയുമ്പം എന്താണ് ഈ China Plus One എന്ന് അറിയണമെന്നില്ല. അതായത് ചൈനയുടെ കൂടെ ഒരു ബാക്കപ്പ് രാജ്യം കൂടെ. അതിന് ഇന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. വിയറ്റ്നാമിനും ബംഗ്ലാദേശിനും ഒന്നും നമ്മളോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യ വീണ്ടും China Plus One പോളിസിയുടെ
റെലവൻസ് വളരെ പ്രയോജനം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. മാത്രമല്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഇന്ത്യൻ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയും. അതായത് ചില പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കും. ഇനി നമുക്ക് കേരളത്തിൻ്റെ കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു സിംഗപ്പൂർ, വിയറ്റ്നാം, ശ്രീലങ്ക പോർട്ടുകളൊക്കെ പ്രശ്നത്തിലാണെങ്കിൽ എവിടെയാണ് ഇന്ത്യ? കൊച്ചിയുടെ പോർട്ടിൻ്റെ പ്രത്യേകത എന്ത്? കൊച്ചിയാണ് ഒരു അടുത്ത ഓൾട്ടർനേറ്റീവ്. പിന്നൊന്ന് വിഴിഞ്ഞമാണ്. കൊച്ചിയുടെ പ്രത്യേകത എന്താ? എല്ലാ കാലാവസ്ഥയിലും കപ്പലെടുക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു നാച്ചുറൽ തുറമുഖം എന്ന് പറയുന്നത് കൊച്ചിയാണ്. അതായത് ഏത് കാലാവസ്ഥയിലും ഓൾ വെതർ നാച്ചുറൽ പോർട്ട് എന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പോൾ അത് കൊച്ചിക്ക് വളരെ പ്രസക്തമുണ്ട്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ടിൽ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കൊച്ചി. അത് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് ഇന്ത്യ US കോറിഡോറിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ് കൊച്ചി. ഇനി വിഴിഞ്ഞമെടുക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും ആഴമേറിയ തുറമുഖമെന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. അതായത് 2025 ഓൾമോസ്റ്റ് നിയർ കംപ്ലീഷൻ. മാത്രമല്ല അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽ എന്ന് പറയുന്ന ULCV അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് അടുക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഒരേ ഒരു തുറമുഖമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ പോലും കൈകാര്യം ചെയ്യാനാകുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കൊളംബോയെ റീപ്ലേസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് വിഴിഞ്ഞം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചിയും വിഴിഞ്ഞവും ഇന്ന് വളരെ പ്രസക്തമായി മാറുകയാണ്. എങ്ങനെയൊക്കെ? ഒന്ന് കണ്ടെയ്നർ റിപ്പയർ, അതൊരു തുറമുഖമുള്ള സ്ഥലത്തേ പറ്റുള്ളൂ. സ്റ്റോറേജ്, ഒഴിഞ്ഞ കണ്ടെയ്നറുകളുടെ സ്റ്റോറേജ്, റീഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ ഇന്ത്യക്ക് കൊച്ചിയിലും വിഴിഞ്ഞത്തിലും വലിയ സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. ഒന്ന് ചെയ്യുമ്പോഴാണ് മറ്റതിന് വളമാകുന്നത്. ഇന്ന് അമേരിക്കയിലെ ഈ പ്രശ്നം അമേരിക്കയുടെ മാത്രം പ്രശ്നമായി മാറാതെ അത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റൽ ഷിപ്പിംഗ് നെറ്റ്വർക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് ലോജിസ്റ്റിക്സ്, ഷിപ്പ് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറയുന്ന വലിയ സംവിധാനങ്ങൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ഏറ്റവും മികച്ച അവസരമായിട്ട് ഒരുപക്ഷെ ഞാനിതിനെ കാണുന്നു. മാത്രമല്ല നമ്മുടെ ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സംവിധാനത്തിൽ നമ്മൾ ക്വാഡ് എന്ന് കേട്ടിട്ടുണ്ട്. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, അതാണ് ക്വാഡ്. IPEF എന്ന് പറയും. വേറെ സാധനം 14 രാജ്യങ്ങൾ തമ്മിലുള്ള. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യക്കൊരു മേൽക്കോയ്മ കിട്ടാൻ, അതായത് കണ്ടെയ്നർ ലോജിസ്റ്റിക്സിൽ, ഷിപ്മെൻറ്റ് ലോജിസ്റ്റിക്സിലൊക്കെ വലിയ മേൽക്കോയ്മ ഇന്ന് ഇന്ത്യക്ക് കിട്ടാനുള്ള ഒരു വലിയ സാധ്യത തെളിഞ്ഞു വരുന്നുവെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ കണ്ടെയ്നറിൻ്റെ ഈ ഒരു വ്യാപാര തകർച്ച അവരുടെ ഒരു സാമ്പത്തിക പ്രസിദ്ധി മാത്രമല്ല, ഇന്ത്യക്കുള്ള, പ്രത്യേകിച്ച് കേരളത്തിന്, കൊച്ചിക്കും വിഴിഞ്ഞത്തിനുമുള്ള വലിയ വ്യാപാര സാധ്യതയാണ് നമുക്ക് തുറന്നിടുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെയ്യുമ്പോൾ മറ്റതിന് വളമാകും. ഇത് നമുക്ക് വളമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് അഖില എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.